നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പെരിങ്ങൽകുത്ത് അടക്കം 8 അണക്കെട്ടുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഓറഞ്ച് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ പമ്പാ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കടലാക്രമണം രൂക്ഷമാകാനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ, പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ, ഇടുക്കിയിൽ നിന്നും സന്ദീപ് രാജാക്കട് എന്നിവരാണ് ചേരുന്നത്. ആദ്യം സന്ദീപിലേക്ക് പോവുകയാണ്. സന്ദീപ്, എന്തായാലും ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് രാവിലെ ഒരു കാലാവസ്ഥ? ഒപ്പം തന്നെ ഈ പെട്ടിമുടിയിലെ ഒരു അവസ്ഥ കൂടി എങ്ങനെയാണ്? മഴ അതിശക്തമായി തന്നെ രാവിലെ തന്നെ തുടരുകയാണ്. എല്ലാ മേഖലയിലും തന്നെ ശക്തമായ മഴയാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെയൊക്കെ ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞു. ഏതാണ്ട് 136 അടിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. തേനി ജില്ലാ കളക്ടറുമായി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ചർച്ചകൾ നടത്തിയിരുന്നു. അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് തന്നെയാണ് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു അനുകൂലമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടക്കം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഇത് സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ മഴയാണ് മറ്റു മേഖലകളിലെല്ലാം തന്നെ തുടരുന്നത്. നദികളിലെ എല്ലാം നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കന്നിമലയാറ്, പുന്തിരപ്പുഴയാറ്, പന്നിയാറ് അടക്കമുള്ള നദികളിൽ നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. അണക്കെട്ടുകളിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പൊന്മുടി അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും തുറന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. കല്ലാറുകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകളുടെയും മുഴുവൻ ഷട്ടറുകളും തുറന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇടുക്കി അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. 44% മുകളിലേക്ക് ജലനിരപ്പ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പെട്ടിമുടിയിലെ തെരച്ചിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി വീണ്ടും പുനരാരംഭിക്കും എന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശക്തമായ മഴയും കാറ്റും അതുപോലെ തന്നെ കോടമഞ്ഞിനെയും തുടർന്ന് ഇന്നലെ 5:30 തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. 3ാം ദിവസമായ ഇന്നും വീണ്ടും പുനരാരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 26 പേരുടെ. ശരി, സന്ദീപാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശശി നൽകിയത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, പമ്പ ഡാമിന്റെ അവിടെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പമ്പ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? രാവിലെ ഒരു മഴയുണ്ടോ വൃഷ്ടി പ്രദേശങ്ങളിലടക്കം? രജനി, പത്തനംതിട്ടയില് ഇന്നലെ മഴയുണ്ടായിരുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴ ആരംഭിച്ചു. ഇത് വൈകുന്നതോടുകൂടി നല്ല ശക്തമായ രീതിയിൽ മഴ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പമ്പ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളും ഇന്നലെ രാത്രിയോടുകൂടി മഴ പെയ്ത സാഹചര്യത്തിലാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 983 മീറ്ററാണ് ഇപ്പോൾ പമ്പ അണക്കെട്ടിലെ ജലനിരപ്പ്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 984 മീറ്റർ എത്തിയാൽ ചുവപ്പ് അലർട്ട് പ്രഖ്യാപിക്കും. 985 ഷട്ടറുകൾ തുറന്നുവിടാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ജലനിരപ്പ് പമ്പാ നദിയിൽ ഉയർന്നുകൊണ്ട് ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഡാമിലെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡാം തുറക്കാനൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പമ്പാ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനുള്ള നദിയുടെ താഴെ താമസിക്കുന്ന ആളുകളായ കോഴഞ്ചേരി, സീതത്തോട്, വടശ്ശേരിക്കര, ആറന്മുള, ചെങ്ങന്നൂർ ഭാഗങ്ങളിലെ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത്തരൊരു സാധ്യത ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 986 ഡാമിന്റെ സംഭരണ ശേഷി. 985 മീറ്റർ ഷട്ടറുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും വലിയ ഒരു ആശങ്കയോട് കൂടിയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നദികളുടെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും ഇന്ന് അച്ചൻകോവിലെ അതുപോലെ തന്നെ പമ്പയിലെയും മണിമലയാറിന്റെയും ജലനിരപ്പ് കൂടിയിട്ടുണ്ട്.
ഈ ഡാം കൂടി തുറന്നാൽ വലിയ ഒരു പ്രളയത്തിന്റെ സാധ്യത, അതായത് ജലനിരപ്പിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഡാം തുറക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. 73 ക്യാമ്പുകളും പത്തനംതിട്ടയിൽ ഇന്നലെ കൊണ്ട് അങ്ങനെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് പമ്പാ തീരത്തുള്ളവർക്കെല്ലാം നൽകിയിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള മുൻകരുതലും എടുക്കണമെന്ന് അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശരൺ ചേരുന്നു. ശരൺ, എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിലെ ഒരവസ്ഥ? പല ജില്ലകളിലും റെഡ് അലേർട്ട് ഉണ്ട്, ഓറഞ്ച് അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഉണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഗ്രീൻ അലേർട്ടുമാണ്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാന കാലാവസ്ഥാ വകുപ്പൊക്കെ പറയുന്നത് എങ്ങനെയാണ്? വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. രഞ്ജിനി, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ 205 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ മഴയുടെ തീവ്രത കുറഞ്ഞേക്കുമെന്നുള്ള ഒരു പ്രവചനവുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടങ്ങളിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് മഴയുടെ തീവ്രത കുറയുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രം സാധ്യതയുള്ളതിനാൽ ഈ ഗ്രീൻ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നേരത്തെ രഞ്ജിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ന് രാവിലെ മഴയ്ക്ക് ശമനമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കനത്ത മഴ ഉണ്ടായതോടുകൂടി തന്നെ നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും പലയിടങ്ങളിലും കനത്ത മഴ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. എങ്കിൽ പോലും ജാഗ്രത ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ടെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്തെ പല ഡാമുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടല്ലോ. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും 8 ഡാമുകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ പൊന്മുടി, ഒപ്പം തന്നെ കോഴിക്കോട് കക്കയം, കുണ്ടല ഡാം, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, കല്ലാർ ഡാം അടക്കമുള്ള ഡാമുകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ജാഗ്രത തന്നെയാണ് വച്ചു പുലർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ജലനിരപ്പ് ഉയരുകയാണെന്നുണ്ടെങ്കിൽ തുറന്നു വിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വരുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടി സർക്കാർ വലിയ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിലേക്ക് 2018 പ്രത്യേകിച്ച് ഡാം തുറന്നത് പ്രളയത്തിലേക്ക് നയിച്ചു എന്നുള്ള ആക്ഷേപം അടക്കം വരുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രത ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ കടലാക്രമണം രൂക്ഷമാകുന്നുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലെല്ലാം കടലാക്രമണം ഇപ്പോഴും രൂക്ഷമാകുന്നുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്, മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. എന്തായാലും കൃത്യമായി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജമല പെട്ടിമുടിയിൽ മണ്ണിടിഞ്ഞ് കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരും. ഇതുവരെ 26 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കനത്ത മഴയും മൂടൽമഞ്ഞും തെരച്ചിലിന് പ്രതിസന്ധിയാകുന്നുണ്ടെങ്കിലും പരമാവധി പേരെ കണ്ടെത്താനാണ് ദൌത്യസംഘത്തിന്റെ ശ്രമം. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മന്ത്രി കെ രാജു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്കു കാണാൻ ദുരന്തഭൂമിയിലേക്ക് കണ്ണീരോടെ അവരെത്തി. തമിഴ്നാട്ടിൽ നിന്നും അടക്കം നിരവധി പേരാണ് ഇവരെ കാത്ത് ദുരന്തഭൂമിയിൽ തുടരുന്നത്. മാതാപിതാക്കളെയും മക്കളെയും മറ്റു ബന്ധുക്കളെയും നഷ്ടപ്പെട്ട വേദനയിൽ പിടയുകയായിരുന്നു പലരും. ഇനിയൊരിക്കലും മടങ്ങി വരാത്ത മക്കളെയോർത്ത് വിലപിക്കുകയാണ് ഈ അമ്മ. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയവരുണ്ട്. തമിഴ്നാട്ടിലായിരുന്ന സന്തോഷ് TV-യിൽ വാർത്ത കണ്ടാണ് പെട്ടിമുടിയിൽ എത്തിയത്. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും മണ്ണിനടിയിൽ. അമ്മ അവിടെ ഹോസ്പിറ്റലുണ്ട്. ചിത്തപ്പ അണ്ണാത്തറ അവർ മരിച്ചു. അച്ഛൻ എൻ്റെ അപ്പം മരിച്ചു. ദുരന്തഭൂമിയിൽ ചിലർ ഒറ്റയ്ക്കായപ്പോൾ പൂർണ്ണമായും മണ്ണിലമർന്നു പോയ കുടുംബങ്ങളും ഉണ്ട്. ഒരു കുടുംബത്തിലെ 22 പേരാണ് ഒന്നിച്ച് യാത്രയായത്. ഈ കൊറോണ കൊണ്ട് മക്കളെല്ലാം പഠിച്ചവർ സ്കൂൾ പിള്ളേർ മൊത്തം കൂടി ഇവിടെ ഉണ്ടായി. ഇവിടെ തന്നെ എല്ലാവരും കൂട്ടത്തിലുണ്ടായി. ഇല്ലെങ്കിലും കൂടെ എന്തെങ്കിലും മക്കൾ മാറിയിരുന്നു.
അച്ഛനമ്മയും മറ്റുമായി ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ നടന്നതുകൊണ്ട് മൊത്തം കൂടി എല്ലാം ഫാമിലിയായിട്ട് മൊത്തം കുടുംബത്തോടെ പോയി. ഒരു പറ്റം മനുഷ്യരുടെ സ്വപ്നലോകമായിരുന്ന പെട്ടിമുടി ഇന്ന് ശ്മശാന ഭൂമിയാണ്. ഇത്തിരി സ്വപ്നങ്ങളും ഒത്തിരി മോഹങ്ങളും മാത്രം ബാക്കി വെച്ചു പോയവരുടെ ഒരു പിടി ഓർമ്മകൾ മാത്രമാണ് ഈ മണ്ണിൽ ബാക്കിയുള്ളത്. പെട്ടിമുടിയിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. ദുരന്തഭൂമിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ കാടിനും നാടിനും കാവലായി നിന്നവരുണ്ട്. മൂന്നാർ വൈൽഡ് ലൈഫിന് കീഴിൽ ജോലി ചെയ്തിരുന്ന വനിതാ ജീവനക്കാരിയടക്കം 3 പേരാണ് പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചത്. ദുരന്തമുണ്ടായ നിമിഷം ആദ്യം ആളുകൾ ഓടിയെത്തിയതും ഇവരെ തേടിയായിരുന്നു. പെട്ടിമുടിയിലെ മനുഷ്യർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഫോറസ്റ്റ് വാച്ചർമാരായ മയിൽസ്വാമിയും ഗണേശനും ജീവനക്കാരി രേഖയും. പെട്ടിമുടിക്കാരുടെ ഏതാവശ്യത്തിനും ഇവർ വിളിപ്പുറത്തുണ്ടായിരുന്നു. ദുരന്തമുണ്ടായപ്പോൾ അവശേഷിക്കുന്നവർ ആദ്യം തേടിയതും ഇവരെയാണ്. எல்லாம் கீழே வாங்க அப்படின்னு சொல்லி கீழே வந்து கூப்பிட்டு வரும்போது கீழே கூப்பிட்டு வந்தோடனே வாட்சருக்கு இன்ஃபார்ம் பண்ணணும்னு சொல்லிட்டு வாட்சருக்கு நான் போய் கூப்பிட போகிறேன். இதான் இந்த லைனில் தான் வாட்சர் வீடு. வாட்சர் வீடை கூப்பிட போகணும். வாட்சர் வீடை காணும். நாங்களாம் வரோம். அதே ஸ்பாட்டுக்கு இந்த லைட்டை போய் இன்ஃபார்ம் பண்ண ലൈമേ കാണിയാ அப்படின்னு சொல்லியாச்சு. എല്ലാം കവർന്നെടുത്ത് ഉരുൾപൊട്ടിയൊലിച്ചപ്പോൾ ആളുകൾ തേടിയവരുടെ കൂട്ടത്തിൽ ഇവരുമുണ്ടായിരുന്നു. മയിൽസ്വാമി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു DC ഡ്രൈവറുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ഇനി കിട്ടാനുണ്ട്. ശരിക്കും 10-15 വർഷത്തോളം നമ്മുടെ വനംവകുപ്പിനെ സേവിച്ചവരാണ് ഈ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ 3 വാച്ചർമാരും. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. പെട്ടിമുടിയിൽ എന്തൊരു ആവശ്യം വന്നിരുന്നെങ്കിലും അവർ നമ്മുടെ ഈ വാച്ചേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നതും. അവർ മുഖാന്തരം വനംവകുപ്പിന് പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇവിടെ എന്താവശ്യം വന്നാലും പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ സാധിക്കുന്നത് നമ്മുടെ ഈ വാച്ചർമാർ മുഖാന്തരമായിരുന്നു. ഒരുപക്ഷെ വാച്ചർമാരായ മയിൽസ്വാമിയും ഗണേശനും ജീവനോടെ ശേഷിച്ചിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തന ദൗത്യം കുറെ കൂടി വേഗത്തിലാകുമായിരുന്നു. ഗണേശന്റെ മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. മയിൽസ്വാമിക്കും രേഖയ്ക്കുമൊപ്പം കുടുംബാംഗങ്ങളും മണ്ണിലമർന്നു. മയിൽസ്വാമിയുടെ മൃതദേഹം തെരച്ചിലിൽ കിട്ടി. മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുന്നു. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ സ്വദേശി കനകമ്മയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായത് 2 ആൺമക്കളടക്കം 21 കുടുംബാംഗങ്ങളെയാണ്. പെട്ടിമുടിയിലെ പല കുടുംബങ്ങളുടെയും അവസ്ഥ കനകമ്മയുടേതിന് സമാനമാണ്. ദുരിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ മനുഷ്യർ. ഭർത്തൃ സഹോദരൻ മയിൽസ്വാമിയുടെ 6 വയസ്സുകാരി മകളുടെ പിറന്നാളാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് കനകമ്മയുടെ 2 ആൺമക്കളും പെട്ടിമുടിയിലെത്തിയത്. ആർത്തലച്ചെത്തിയ മലവെള്ളം കനകമ്മയുടെയും ഭർത്താവിന്റെയും കുടുംബത്തെ ഒന്നടങ്കം തുടച്ചു നീക്കി. ഈ കുടുംബത്തിന് മാത്രം നഷ്ടമായത് 21 ഉറ്റവരെ. അതല്ലാണ്ട് എന്റെ മക്കളെ ഇവിടെ വന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നത്. ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നത് 2 പേരും പോയി. എന്നെ വിട്ടിട്ട് 2 പേരും പോയി. ആകെ എന്റെ ഫാമിലിയിൽ 40 പേര് പോയി. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഞാൻ എന്റെ ഹസ്ബൻഡ് മാത്രം രക്ഷപ്പെട്ടു. കറുപ്പായി എന്ന വയോധിക നഷ്ടമായത് ഭർത്താവും മക്കളുമടക്കം 7 പേരെ. ഇനിയുള്ള ജീവിതയാത്രയിൽ ഈ 83കാരി തനിച്ചാണ്. ചൊക്കമുടിയിൽ താമസിക്കുന്ന മാടസ്വാമിയുടെ കുടുംബത്തിന് നഷ്ടവും ഈ വിധം. മാടസ്വാമിയുടെ ചേച്ചിയും അനുജത്തിയും ഭർത്താക്കന്മാരും മക്കളും ദുരന്തത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന 2 പെൺമക്കൾ കോവിഡ് ഭീഷണിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വീട്ടിലെത്തിയത്. ഇവരുടെ ജീവനും ഉരുൾപൊട്ടൽ കവർന്നെടുത്തു. தங்கச்சி மாப்பிள்ளை கூட பிறந்தவங்க தான் 5 பேருமே. அந்த 5 வீட்டு பிள்ளைகளும் 2 பிள்ளைகளை வச்சு ஒரு மச்சான் பிள்ளைங்க வந்து பேரு மகன் அவங்க பிள்ளைகளுங்க 15 7 കുടുംബവും ഒരു വയസ്സുള്ള പിള്ളേ തന്നെ സാറേ. ഒറ്റ രാത്രി കൊണ്ട് അനാഥരായവർ ഇനിയുമുണ്ട് പെട്ടിമുടിയിൽ. നവജാത ശിശുവുമായി അപകടത്തിലെന്ന് വീട്ടിലെത്തിയ യുവതിയും നേരം പുലർന്നാൽ പ്രസവത്തിനായി ആശുപത്രിയിൽ പോകാൻ വസ്ത്രങ്ങളടുക്കി കാത്തിരുന്ന നിറഗർഭിണിയുമൊക്കെ പെട്ടിമുടിയുടെ തീരാവേദനകളായി നാടിന്റെ കണ്ണു നിറയ്ക്കുന്നു.
പെട്ടിമുടിയിൽ നിന്നും ക്യാമറമാൻ ഇമാനുവൽ തോമസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. തേയിലക്കാടിന്റെ പച്ചപ്പിനടിയിലെ കൊച്ചു സ്വർഗമായിരുന്നു പെട്ടിമുടി. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പാരസ്പര്യം കൊണ്ട് ജീവിത പ്രതിസന്ധികളെ മറികടന്നിരുന്നു. ആ ഗ്രാമമാണ് ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. ഇതായിരുന്നു രാജമല പെട്ടിമുടി ഡിവിഷനിലെ ലയങ്ങൾ. 7 പതിറ്റാണ്ടിലധികമായി ഇല്ലായ്മകളും വെല്ലായ്മകളും പരസ്പരം പങ്കുവച്ചിരുന്ന ഒരു പറ്റം തോട്ടം തൊഴിലാളികൾ. തമിഴ് വംശജരായിരുന്നു ഏറെയും. പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നിച്ചു നിന്നവർ അതിനെയെല്ലാം അതിജീവിച്ചിരുന്നു. ആ ഗ്രാമമാണ് ഒരു രാവിൽ കുത്തിയൊലിച്ചൊഴുകിയത്. മണ്ണടിഞ്ഞുപോയ ഉറ്റവരെ ഓർത്തുള്ള വിലാപങ്ങൾ ഇനിയും ഇവിടെ അടങ്ങിയിട്ടില്ല. ചതുപ്പും കൂറ്റൻ പാറകളും ചിതറിക്കിടക്കുന്ന ചുവന്ന ഭൂമിയിൽ അടിഞ്ഞുപോയവർക്കായുള്ള കാത്തിരിപ്പിന്റെ നൊമ്പരം പെട്ടിമുടിയിൽ ആർത്തലയ്ക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും തകർന്നിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് പെട്ടിമുടി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഓർമ്മചിത്രം മാത്രം. ന്യൂസ് 18 ഇടുക്കി. രാജമല പെട്ടിമുടിയിൽ മരിച്ചവരുടെ കുടുംബത്തിനും 10 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന UDF കൺവീനർ ബെന്നി ബെഹനാൻ. ധനസഹായ വിതരണത്തിലെ വിവേചനം ഭരണഘടനാ വിരുദ്ധമാണ്. രാജമലയിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന്റെ തുടർ ജീവിതത്തിന് വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു. രാജമലയിൽ മണ്ണിടിച്ചൽ മൂലം മരിച്ച പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ്. ഇത് നീതീകരിക്കപ്പെടുന്നില്ല, വളരെ ലജ്ജാകരമാണ്. നമ്മുടെ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിൽ എല്ലാവരെയും തുല്യരായി കാണണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ലംഘനമാണിത്. അതുകൊണ്ട് രാജമലയിൽ മരിച്ച പാവപ്പെട്ട കുടുംബങ്ങൾക്കും 5 ലക്ഷമോ എന്നത് മാറ്റി 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. അതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികളോട് കണ്ണൻ ദേവൻ കമ്പനിക്ക് ബാധ്യതയുണ്ട്. ആ കണ്ണൻ ദേവൻ കമ്പനിയും ആ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ തയ്യാറാകണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. അപകടത്തിന് കാരണമെന്താ? വിമാന ദുരന്തത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പരിശോധന കരിപ്പൂരിൽ ഇന്നും തുടരും. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും വോയിസ് റെക്കോർഡറുകളും ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇവയുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. അതേസമയം ചികിത്സയിലുള്ള കൂടുതൽ പേർ ഇന്ന് ആശുപത്രി വിട്ടേക്കുമെന്നാണ് സൂചന. ഗുരുതര പരിക്കേറ്റ 23 പേരുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം ലാൻഡിംഗ് ശ്രമം തുടങ്ങിയത് റൺവേയുടെ പകുതിക്കടുത്ത് വെച്ചാണ് എന്ന DGCA. ഇതും കാറ്റിന്റെ വേഗവും മഴയുമാകാം വിമാനം റൺവേയിൽ നിന്നും വഴുതിപ്പോയതിന് കാരണമെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രാഥമിക നിഗമനം. കോവിഡ് മൂലം വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞതോടെയാണ് കരിപ്പൂരിൽ അപ്രോച്ച് സർവിലൻസ് സംവിധാനം പ്രവർത്തിക്കാതെയായത്. മീറ്ററാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം. ഇതിൽ 1000 മീറ്ററിനടുത്താണ് എയർ ഇന്ത്യ വിമാനം ലാൻഡിന് ശ്രമിച്ചതെന്നാണ് DGCAയുടെ വിശദീകരണം. DGCA ഡയറക്ടർ അരുൺ കുമാർ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. The preliminary information that we have they landed more than 3,000 feet on the runway, and the runway is fairly long. It's a almost 9,000 feet long runway. For a Boeing 737-800 aircraft, you don't require that long a runway. This is a runway even supports wide body aircraft. So now even if they had landed, for example, they should have landed before 1,000 feet, but they have landed more than 3,000 or so. ബോയിംഗ് 737 വിഭാഗത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് സാധാരണഗതിയിൽ ബാക്കിയുള്ള റൺവേയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനാകും. എന്നാൽ കാറ്റും മഴയും റൺവേയിലെ വെള്ളവും പൈലറ്റിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചിട്ടുണ്ടാകാമെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിന്റെ വിലയിരുത്തൽ. കാറ്റ് വീശിയിരുന്ന ദിശയിൽ തന്നെ ലാൻഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവർ അവകാശപ്പെടുന്നു. അതേസമയം കൃത്യതയാർന്ന ലാൻഡിങ്ങിനെ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് സർവൈലൻസ് സംവിധാനം ഉപയോഗിക്കാതിരുന്നതിന് ATCയും കരിപ്പൂർ വിമാനത്താവള അധികൃതരും ഇനിയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മംഗലാപുരം വിമാനാപകടത്തിന് ശേഷം
പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളിലും അപ്രോച്ച് സർവൈലൻസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അപ്രോച്ച് റഡാറിന്റെ ഭാഗമായ ഓട്ടോമാറ്റിക് ഡിപ്പെൻഡൻസ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. തിരക്കുള്ള സമയങ്ങളിൽ മാത്രമാണ് കരിപ്പൂരിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് സർവൈലൻസ് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം പരമാവധി കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കരിപ്പൂരിൽ നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ പ്രതിദിന എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ മാത്രം 1420 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1216 പേർ സമ്പർക്കം വഴി രോഗികളായി. 92 കേസുകളിൽ രോഗ ഉറവിടം വ്യക്തമല്ല. 30 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇന്നലെ മാത്രം 485 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ 435 കേസുകളും സമ്പർക്കത്തിലൂടെയാണ്. തീരദേശ മേഖലയായ അഞ്ചുതെങ്ങിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇന്നലെ 125 പേർക്കാണ് അഞ്ചുതെങ്ങിൽ രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതർ 1,97,00,000 കടന്നു. 7.25 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ 51 ലക്ഷത്തിലധികമാണ് രോഗബാധിതർ. മരണം 1,65,000 കടന്നു. ബ്രസീലിൽ മരണം 1 ലക്ഷം കടന്നപ്പോൾ 30 ലക്ഷത്തിലധികം പേർക്കാണ് രോഗബാധ. യൂറോപ്പിലാകെ രോഗബാധിതരുടെ എണ്ണവും 30 ലക്ഷം കടന്നു. പപ്പടം കഴിച്ചാൽ കോവിഡ് മാറുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളിനും കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി നിർമ്മിച്ച ബാബ്ജി കി പപ്പട് എന്ന ബ്രാൻഡിലുള്ള പപ്പടം കോവിഡിനെ ചെറുക്കാനുള്ള പ്രതിരോധശേഷി നൽകുമെന്ന മന്ത്രിയുടെ അവകാശവാദം വലിയ ചർച്ചയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ NIA സംഘം UAE-യിലേക്ക് തിരിക്കുന്നു. നടപടി വൈകാൻ സാധ്യത. ഭരണതലത്തിലെ അനുമതി കൂടി ലഭ്യമായാലേ യാത്ര സാധ്യമാകൂ. അതിനിടെ തിരക്കിട്ട് UAE-യിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. UAE-യിലെത്തുമ്പോൾ അറ്റാഷിയെ കൂടി കാണാനാണ് സാധ്യത. ഇതിന് UAE അധികൃതരുടെ അനുമതി ഉള്ളതായാണ് വിവരം. UAE-യിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാകും അറ്റാഷിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക. ഇതോടൊപ്പം പ്രതി ഫൈസൽ ഫരീദിന്റെ ഇടപാടുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങളും അന്വേഷണ സംഘം തേടും. UAE ശേഖരിച്ച വിവരങ്ങൾ NIA-ക്ക് കൈമാറുമെന്നാണ് സൂചന. ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. മറ്റൊരു പ്രതി റബിൻസനെ കസ്റ്റഡിയിലെടുക്കാനും NIA നീക്കമുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം പകരാൻ 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പദ്ധതി അവതരിപ്പിക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞുള്ള ശേഖരണത്തിനും സംസ്കരണത്തിനുമുള്ള അടിസ്ഥാന വികസനത്തിനാണ് ഫണ്ട്. ഇതുവഴി നഷ്ടമില്ലാതെയും ഉയർന്ന വിലയ്ക്കും ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വഴിയൊരുക്കും. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമറും പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ 5ാം ഘട്ട ഫണ്ടായ 17,000 കോടി രൂപയും ഇന്ന് അനുവദിക്കും. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജപക്സെയുടെ നേതൃത്വത്തിൽ ശ്രീലങ്ക പീപ്പിൾസ് പാർട്ടി വൻ വിജയം നേടിയിരുന്നു. ഇതോടെ ഭരണതലത്തിൽ രാജപക്സെ കുടുംബത്തിന്റെ ശക്തി വർദ്ധിച്ചു. പ്രസിഡന്റ് ഗോട്ടാബായ രാജപക്സെ മഹിന്ദ രാജപക്സെയുടെ സഹോദരനാണ്. ബുദ്ധമത ക്ഷേത്രത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. രാമായണശീലുകളുടെ കർക്കടകം. കേരളോൽപ്പത്തിയിൽ മൂഷികക്കുളമാണ് മൂഴിക്കുളം. സംസ്ഥാനത്തെ 13 ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം. അനന്തന്റെ അവതാരം എന്ന നിലയിലാണ് ഇവിടെ ആരാധന. യുദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. നന്മാഴ്വരുടെ തിരുവായ്മൊഴി, തിരുമങ്കയാഴ്വരുടെ പെരിയ തിരുമൊഴി എല്ലാത്തിലും പരാമർശിക്കുന്ന കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം. മഹോദയപുരത്തിന്റെ പഴയ രാജധാനി നിന്ന സ്ഥലം. കുലശേഖര ആഴ്വാർ സ്ഥാപിച്ചതാണ് മൂഴിക്കുളം ക്ഷേത്രമെന്ന് ചരിത്രം.
ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ലഭിച്ച ശിലാരേഖകളാണ് കേരളത്തിൻ്റെ തന്നെ ചരിത്രരചനയുടെ അടിസ്ഥാനം. കേരളത്തിൽ പിന്നീട് ബാധകമായ ക്ഷേത്രചട്ടങ്ങളായ മൂഴിക്കുളം കച്ചം തയ്യാറാക്കിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ കച്ചങ്ങൾ അഥവാ ചട്ടങ്ങൾ അനുസരിച്ചാണ് പിന്നീട് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്. കേരളത്തിലെ 13 ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നാണ് മൂഴിക്കുളത്തേത്. ലക്ഷ്മണസ്വാമി തൃപ്രയാറ് നിർമ്മാല്യം തൊഴും. അവിടുന്ന് നടന്ന് ഇരിങ്ങാലക്കുട വന്ന് ഉഷപൂജ തൊഴും. അത് കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് നമ്മുടെ തിരുമൂഴിക്കുള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തും. അത് കഴിഞ്ഞ് ഇവിടുന്ന് നടന്നെത്തി വീണ്ടും പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പോയി ദീപാരായണ തൊഴും. അങ്ങനെയാണ് ഇത് അവസാനിക്കാന്നാണ് പറയുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ആയിരങ്ങളാണ് കർക്കിടക മാസത്തിൽ ഇവിടെ എത്തിയിരുന്നത്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ അവർ വച്ച് ആരാധിച്ചു പോരുന്ന ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുമൂഴി ക്യാമറമാൻ ലിച്ചു ചെറിയാനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കാത്തരുളിടണേ തമ്പുരാനേ. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ഫെമി എത്തും. നമസ്കാരം.